വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ ആ ഒരു ആശ്രമമാണ് കാണിക്കുന്നത്. എന്നിട്ട് സുസ്മിതയാണെങ്കിൽ പിന്നെ ഒരു റൂമിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അവിടെ ഇങ്ങനെ ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഓഫീസ് റൂം എന്ന പോലെയാണ് കാണിക്കുന്നത്. അന്നേരം അവിടെയാണെങ്കിൽ ഒരു ഷെൽഫിൽ അവിടെ ആ ഒരു സൈഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അൽമാരിയുടെ ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ട് ആളെന്തോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അൽമാരിയിലേക്ക്. അപ്പോൾ ആളിനെ ബാക്ക് വശം മാത്രമേ കാണിക്കുന്നുള്ളൂ. അന്നേരം സുസ്മിത ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് എന്നുള്ളത് സുസ്മിത ആദ്യം കാണുന്നില്ല. എന്നിട്ട് സുസ്മിത അങ്ങ് സംസാരിക്കുന്നുണ്ട്. ഫയലുകൾ ഒപ്പിടാനൊക്കെ കൊണ്ടുവച്ചിരുന്നു. അത് മുന്നോട്ട് പോയാലേ സ്വാമിയുടെ ബാക്കി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ. മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ട്, എത്തേണ്ടടുത്ത് ഫയലുകളൊക്കെ എത്തത്തുള്ളൂ എന്നിങ്ങനെ സുസ്മിത സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരമാണ് ആളിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. എസ് എന്നും പറഞ്ഞ് തിരിയുകയാണ്. അന്നേരം അത് ജഗദീപിനെയാണ് കാണിക്കുന്നത്. അന്നേരം സുസ്മിത ആകെ ഒന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. അന്നേരം നീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതെ, ഞാൻ തന്നെ, പുതിയ അപ്പോയിൻമെൻ്റാണ്, കണ്ടില്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജഗദീപ് ചന്ദ് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ജഗദീപ് കസേരയിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് സുസ്മിതയ്ക്ക് അകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ജഗദീപ് പറയുന്നുണ്ട്, ഈ ചന്ദ് എന്നുള്ളത് ഒരു ഇതിന് വേണ്ടി, ഒരു അന്തസ്സിന് വേണ്ടി അങ്ങോട്ട് കൂട്ടിച്ചേർത്തതാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ എടുപ്പായിരിക്കും എന്ന് കരുതി എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ എങ്ങനെ ഇവിടെ കയറി കൂടിയത്? ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിക്കും, പിന്നെ നിന്നെ ഇവിടെ ഞാൻ പുറത്ത് ചാടിക്കും എന്നൊക്കെ സുസ്മിത പറയുകയാണ്. അന്നേരം പോലീസിനെയോ പട്ടാളത്തിലെയോ അതിൽ കൂടിയ ആൾക്കാരോ ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കുക. പക്ഷേ ആൾമാറാണ്ടത്തിന് എന്നെ കൊണ്ടുപോകാനായിട്ട് വിലങ്ങ് കൊണ്ടുവരുമ്പോൾ ഒരു വിലങ്ങ് കൂടി ഞാൻ അവരോട് കരുതി വെക്കാൻ പറയും. അത് ആർക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുകയാണ്. പിന്നെ നീ എങ്ങനെ സുഹാസിനി എങ്ങനെ ഇവിടെ കയറിപ്പറ്റി? അതുപോലെ തന്നെയാണ് കയറിപ്പറ്റിയത്. പിന്നെ പക്ഷേ നിൻ്റെ അത്ര ഇത് ഉടലോടെ വിഴുങ്ങാനാണല്ലോ നിൻ്റെ ഉദ്ദേശം. എന്തായാലും അത്രയ്ക്ക് ഉദ്ദേശമൊന്നും എനിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചുകൊണ്ടാണല്ലേ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം അതെ, ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിച്ചേ പറ്റുകയുള്ളൂ. എൻ്റെ ഒപ്പ് വേണം, സൈന് കേട്ടിട്ടില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം സുസ്മിത കുറേയൊക്കെ കയർക്കുന്നുണ്ട്. പക്ഷേ ജഗദീപ് വിട്ടു കൊടുക്കാനായിട്ട് താല്പര്യമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, പിന്നെ ഒന്നിച്ചു നിൽക്കണോ, ചക്കരക്കുടത്തിൽ ഒരുപോലെ കൈയിടണമെങ്കിൽ അതുപോലെ ആകാം, അല്ലെങ്കിൽ പരസ്പരം വെട്ടി തീർക്കണമെങ്കിൽ അങ്ങനെയാകാം. രണ്ടായാലും നിനക്ക് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെങ്കിൽ അതിന് കൂടെ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും. സുഹാസിനി എങ്ങനെ സുസ്മിതയായി എന്നുള്ളതൊക്കെ ഞാനിങ്ങോട്ട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, നിന്നെ ആയിരിക്കും ആദ്യം ചവിട്ടി പുറത്താക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് പിന്നെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. തുടർന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിയാണെങ്കിൽ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അത് സുസ്മിത കാണുന്നില്ല, ജഗദീപാണ് ആദ്യം കാണുന്നത്. തുടർന്ന് ജഗദീപ് ഒരു ഫയൽ എടുത്തിട്ട് ഉടനെ ആ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അത് ലാഭത്തിൻ്റെ 60% ആദ്യം കൊടുക്കും, 40% പിന്നീട് നോക്കിയിട്ട് കണ്ടിട്ടൊക്കെ രീതിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇത്രയും നേരം ഇവൻ ഇതല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ജഗദീപ വാതിൽക്കലേക്ക് നോക്കുന്ന സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരമാണ് സ്വാമിയെ കാണുന്നത്. സ്വാമി ഇതൊക്കെ കണ്ടിങ്ങനെ കയറി വരികയാണ്. എന്നിട്ട് സ്വാമി സുസ്മിതയോട് പറയുന്നുണ്ട്, ഇത് ജഗദീപ് ചന്ദ് പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, ഇനി ഇദ്ദേഹത്തോട് ചോദിച്ചിട്ട് മതി, കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്തോളണം എന്നിങ്ങനെ പറയുകയാണ്. പരിചയപ്പെട്ടില്ലേ ചോദിക്കുമ്പോൾ പരിചയപ്പെട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ജഗദീപിനോട് പറയുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കുള്ള സമയമായി, അതും ജോലിയുടെ ഭാഗമാണെന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അതാണല്ലോ, പ്രാർത്ഥന ഉണ്ടല്ലോ എല്ലാം നടക്കുന്നത്, ഞാൻ എത്തിക്കൊള്ളാം സ്വാമി എന്ന് പറയുമ്പോൾ സ്വാമി തിരിച്ചങ്ങ് പോകുന്നുണ്ട്. എന്നിട്ട് ജഗദീപ് വീണ്ടും ഇവിടെ ഇരിക്കുകയാണ്. നിൻ്റെ വേലത്തരങ്ങളിൽ നീ ഒന്നും നടക്കാൻ പോകുന്നില്ല, നീ ഇവിടെ നിന്ന് നേരെ പോയത് ആ വിഷ്ണുവിൻ്റെ വീട്ടിലേക്കാണെന്നുള്ളത് എനിക്കറിയാം, നീ ഇപ്പോഴും പകയും പ്രതികാരവും ഒക്കെ കൊണ്ട് നടക്കുകയാണല്ലേ, ഇനിയെങ്കിലും നീ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ആ വിഷ്ണു തന്നെ വന്ന് നിന്നെ തീർക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയ്ക്ക് ആപ്പാടെ ദേഷ്യം വന്നിട്ട് സുസ്മിത ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ജഗദീപ് വിചാരിക്കുകയാണ്, ഇനി ഇവളുടെ ഓരോ ചലനങ്ങളും ഞാൻ അറിയുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് മുന്നേ സുസ്മിത ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈഡിപ്പസിൻ്റെ വാള് പോലെ നീ എൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഉണ്ടാകുമല്ലേ എന്നൊക്കെ. അന്നേരം ഉണ്ടാവും എന്നിങ്ങനെ ജഗദീപ് പറയുന്നുണ്ട്. അതിനുശേഷം വെളിയിലേക്ക് പോകുന്ന സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇവനിലൂടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും, എന്നിലേക്കുള്ള ഒരു കാര്യങ്ങളും ശാലിനി അറിയാനായിട്ട് പാടില്ല, ശ്രദ്ധിച്ച് വേണം ചെയ്യാനെന്നൊക്കെ സുസ്മിതയെ അവിടെ തീരുമാനിച്ച് നിൽക്കുമ്പോൾ ജഗദീപ് അതിന് മോളിൽ കളിക്കാൻ തന്നെയാണ് ജഗദീപിൻ്റെ ഒരു തീരുമാനം. ശാലിനിയുടെ ഇടപെടൽ കൂടി ആയിരിക്കണം ഇവിടെ വന്നിട്ടുള്ളതൊക്കെ, ജഗദീപ് ഇവരുടെ തന്ത്രങ്ങളൊക്കെ അറിഞ്ഞ് ശാലിനി അറിയിക്കാനായിട്ട്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ രേഷ്മ അന്വേഷിച്ചൊരു സ്ഥലത്തേക്ക് വരികയാണ്. ചിതാഭസ്മം രേഷ്മയുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നത്. അന്നേരം ഒരു സ്ഥലത്തെത്തിയിട്ട് ഫോൺ വിളിക്കുന്നുണ്ട്. അന്നേരം പാർക്കിൻ്റെ ഈ മറു സൈഡിലാണെന്ന് പറയുമ്പോൾ അവരെ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. രേഷ്മയുണ്ട്, ആ ഒരു ശെൽവിയുണ്ട്, പിന്നെ ആ ഒരു മാനേജർ പയ്യനും ഉണ്ട്. അന്നേരം കണ്ടു എന്നും പറഞ്ഞ് അടുത്തേക്ക് ഇങ്ങനെ ശാലിനി ചെല്ലുന്നുണ്ട്. അന്നേരം പിന്നെ എവിടേക്കാണ് പോകുന്നത് എന്നിങ്ങനെ തീരുമാനിച്ചു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം മണിമല എസ്റ്റേറ്റ്, അതിനടുത്താണ് ഈ ഭൂതത്താങ്കാട്, അവിടെയാണ് പാപനാശിനി പുഴ. അപ്പോൾ ഇന്ന് പോയാൽ രാത്രിയോടെ അങ്ങെത്തും,
വൈകിട്ടും അവിടെ തങ്ങിയിട്ട് രാവിലെ കർമ്മങ്ങളൊക്കെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നാളെയാണ് വിഷ്ണുട്ടൻ മരിച്ച നാൾ വരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ നല്ല ദിവസം വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനി സങ്കടത്തോടെ പറയുകയാണ്. അങ്ങനെ ഇത്രയും നേരം ശാലിനി ഒറ്റയ്ക്ക് എന്നിങ്ങനെ രേഷ്മ ചോദിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ ഒരാൾ കൂടിയുണ്ട്. വിഷ്ണുട്ടൻ്റെ അമ്മയുടെ ബിസിനസ്സിനൊക്കെ സഹായത്തിനായിട്ട് കൂടെ നിൽക്കുന്ന ആളാണ്, നല്ലൊരു ഡ്രൈവർ കൂടിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് നന്നായി, ഒരാൾ കൂടി ഉള്ളത് നല്ലതാണെന്നിങ്ങനെ രേഷ്മ പറയുന്നുണ്ട്. ഈ സമയത്താണ് ശിവനാണെങ്കിൽ വണ്ടിയുമായിട്ട് വരുന്നത്, ജീപ്പുമായിട്ട് അവിടേക്ക് തന്നെ എത്തുന്നുണ്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ രേഷ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശിവനാണ് കൂടെ ഉള്ളതെന്ന് അറിയുമ്പോഴും പിന്നെ രേഷ്മയ്ക്ക് ആകെപ്പാടെ തോന്നുകയാണ് ആ ഒരു എല്ലാത്തിനും ശിവൻ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. അതിനുശേഷം പിന്നെ രേഷ്മയാണെങ്കിൽ ആ ഒരു കാറിൽ അവരുടെ ആ വണ്ടിയിൽ നിന്നും വിഷ്ണുവിൻ്റെ ചിതാഭസ്മം അടങ്ങുന്ന ആ ഒരു സഞ്ചി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കവറിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ശാലിനി രേഷ്മയുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, വിഷ്ണുട്ടൻ്റെ അവസാനമായിട്ടുള്ള വിഷ്ണുട്ടൻ്റെ എന്ന് പറയാനായിട്ട് ഈ ഭൂമിയിൽ അവസാനമായിട്ടുള്ളത് ഇത് മാത്രമാണ്, ഇതും നാളെ ഒഴുകിക്കളഞ്ഞാൽ പിന്നെ വിഷ്ണുട്ടൻ്റെ ഓർമ്മകൾ മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ശിവൻ ഇതൊക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് രേഷ്മയാണെങ്കിൽ ഇതിങ്ങനെ കവറിൽ നിന്ന് എടുത്തിട്ട് ശാലിനിയുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശാലിനിയുടെ കയ്യിൽ നിന്ന് അത് അങ്ങോട്ട് സ്ലിപ്പാവുകയാണ്. പക്ഷെ പെട്ടെന്ന് അത് താഴെ വീഴുന്നതിന് മുമ്പേ ശിവൻ ആ ഒരു കൈ കൊണ്ട് ഇത് അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. അന്നേരവും രേഷ്മ ഇതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് അത് ശിവൻ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ പിന്നീട് ശിവനാണെങ്കിൽ ശാലിനിയുടെ കയ്യിലേക്ക് ഇത് വച്ച് കൊടുക്കുന്നുണ്ട്. ശാലിനി അതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രേഷ്മ ഇങ്ങനെ നോക്കുമ്പോൾ രേഷ്മ ഇങ്ങനെ ശരിയെന്ന് ഇങ്ങനെ തല ഉലുക്കുന്നുണ്ട്. എന്നിട്ട് ശാലിനി ഇങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് ആകെ സങ്കടത്തോടെ പോവുകയാണ്. എന്നിട്ട് വണ്ടി ജീപ്പിനകത്തേക്ക് കയറിയിട്ട് ശാലിനിയുടെ ബാഗിലേക്ക് ഇതങ്ങ് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. തുടർന്നാണെങ്കിൽ ശിവനാണെങ്കിൽ രേഷ്മയോട് പറയുന്നുണ്ട്, ഞാനിതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇതിങ്ങനെ സംരക്ഷിക്കുന്നത്, ഓർമ്മയുണ്ടോ അന്ന് ഓട്ടോക്കാരൻ്റെ എന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ രേഷ്മ പെട്ടെന്ന് മനസ്സിൽ പറയുകയാണ്, വിഷ്ണുവിൻ്റെ ഹൃദയം ഇങ്ങനെ ഇരിക്കുമ്പോൾ സംരക്ഷിക്കാതിരിക്കാൻ പറ്റുമോ എന്നും. അതിനു മുന്നേ ശിവനാണെങ്കിൽ ഇതിങ്ങനെ വാങ്ങുമല്ലോ, താഴെ വീഴുന്നതിന് മുമ്പ് ഇങ്ങനെ പിടിച്ചത് കയ്യിലേക്ക് എടുക്കുമ്പോൾ ശിവന് പെട്ടെന്ന് ആ ഒരു ഹൃദയത്തിൽ എന്തോ ഒരു ഇതുപോലെ ശിവനിങ്ങനെ കൈ വയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നത്. അന്നേരം രേഷ്മ ഇങ്ങനെ പറയുന്നുണ്ട്, വിഷ്ണുവിൻ്റെ ഹൃദയം ഇരിക്കുമ്പോൾ അത് സംരക്ഷിക്കാതിരിക്കാനായിട്ട് പറ്റുമോ എന്ന്. അന്നേരം അത് പക്ഷേ പെട്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ, പറഞ്ഞായിരുന്നു, അച്ഛൻ്റെ മുട്ടുവേദനയുടെ കാര്യമല്ലേ പറഞ്ഞത്, അത് നല്ല ഇരിക്കിൻ്റെ ഇലയിട്ട് എന്തോ വെള്ളം തിളപ്പിച്ച് എന്തോ മുട്ടിൽ വെച്ചാൽ മതി, അതങ്ങോട്ട് പമ്പ കിടക്കും, പിന്നെ കേക്ക് മധുരമാണെന്ന് കരുതി വാങ്ങിക്കൊടുക്കാതിരിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ഇങ്ങ് വാങ്ങിക്കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവൻ അങ്ങ് വണ്ടിയിലേക്ക് കയറിപ്പോയി. അങ്ങനെ രേഷ്മ ഇങ്ങനെ ഒരു ഷോക്ക് എന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് എന്നിട്ട് ശിവനങ്ങ് വണ്ടി കയറി പോകുന്നു, ശാലിനി കൊണ്ട് പോകാമെന്ന് വെച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവം കാണിക്കുന്നുണ്ട്, ഒരിക്കലും വിഷ്ണുവിനോടാണ് പിന്നെ രേഷ്മയാണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ കേക്ക് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അവിടെ വെളിയിൽ വിഷ്ണു നിൽപ്പുണ്ടായിരുന്നല്ലോ. അന്ന് രോഹിത്തിനെ കൊണ്ട് ആദ്യമായിട്ട് പലിശപ്പിരിവ് വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് കമലിനെയും കൂട്ടി വിട്ടപ്പോൾ എന്നിട്ട് വിഷ്ണു വെളിയിൽ നിന്നിരുന്നു. അപ്പോൾ രേഷ്മ അതിൽ നിന്ന് കേക്കൊക്കെ വാങ്ങിച്ചിറങ്ങി വരുന്ന കണ്ടിരുന്നു. അപ്പോൾ മധുരമാണ് അച്ഛനൊരു ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കണം, മുട്ടുവേദനയൊക്കെ മാറും എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവിനോട് അവർ തങ്ങൾ സംസാരിച്ചതാണ്. അന്നേരം രേഷ്മ പറയുന്നുണ്ട്, ഞാൻ വിഷ്ണുവിനോടല്ലേ അച്ഛൻ്റെ മുട്ടുവേദനയുടെ കാര്യവും കേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, പിന്നെ ഇയാൾ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് രേഷ്മ ആലോചിച്ച് നിൽക്കുകയാണ്. അതേസമയം ശാരദാമ്മയാണെങ്കിൽ ഓട്ടോയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നേരമാണെങ്കിൽ ആ ജ്യോത്സ്യം പറഞ്ഞതൊക്കെ ശാരദാമ്മനെ ഓർത്തിരിക്കുകയാണ്. അന്നേരം അവിടെ വീട്ടിലാണെങ്കിൽ ശ്യാമ എന്തൊക്കെയോ മലക്കറിയൊക്കെ അരിയുന്നുണ്ട്. ശാരിക അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മ ഇതെവിടെ പോയതാടിയും ചോദിക്കുന്നുണ്ട്. അന്നേരം ആർക്കറിയാം, ഇപ്പോൾ എല്ലാം ഒളിച്ചും പാത്തുമല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോയിൽ ശാരദാമ്മ എത്തുന്നുണ്ട്. എന്നിട്ട് ഓട്ടോക്കാരന് പെട്ടെന്നൊക്കെ കാശങ്ങെടുത്ത് കൊടുത്തിട്ട് ശാരദാമ്മ ഓടി അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് റൂമിലേക്ക്. അന്നേരം ഇതെന്താ സംഭവം എന്നിങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ശ്യാമ ഇരിക്കുന്നുണ്ട്. അന്നേരം അകത്തേക്ക് പോകുന്ന ശാരദാമ്മ പെട്ടെന്ന് പോയി മേശപ്പുറത്ത് ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുകയാണ്. പക്ഷേ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല. 2-3 തവണ വിളിക്കുന്നുണ്ട്, എന്നിട്ടും കിട്ടുന്നില്ല. അന്നേരമാണെങ്കിൽ ഫോൺ അങ്ങ് പതിയെ കട്ടിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് ഈശ്വര, എൻ്റെ മരണത്തിലേക്കാണല്ലോ ഞാൻ എൻ്റെ മോളെ തള്ളിവിട്ടിരിക്കുന്നത്, ഈ ഒരു ഫോൺ അപ്പോഴത്തേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് വിളിച്ചെങ്കിലും പറയാമായിരുന്നു, ഇതിപ്പോൾ എൻ്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടല്ലേ ഈശ്വര സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ആകെ ഇങ്ങ് തളരുകയാണ്. അതിനുശേഷം ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് തീപ്പെട്ടി എടുത്ത് ഇങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് പോകുമ്പോൾ ആദ്യത്തെ തിരിയങ്ങ് അണയുകയാണ്. എന്നിട്ട് രണ്ടാമതും കത്തിക്കാനായിട്ട് പോകുമ്പോൾ കൈ ഇങ്ങനെ പൊള്ളുന്നുണ്ട്. അന്നേരം ഈശ്വരനും എന്നോട് പിണക്കമാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂന്നാമത് എടുത്ത് കത്തിക്കുമ്പോൾ അത് കത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോള് അപകടത്തിലേക്കാണ്, പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവർ പോയിരിക്കുന്നത്, മരണത്തിലേക്ക് എന്ന പോലെ തന്നെയാണ്, എനിക്ക് തടയാനായിട്ട് കഴിഞ്ഞില്ല, ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണോ അതോ ഇനി എന്താണെന്നൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും അവരുടെ യാത്ര ഒന്ന് മുടക്കിത്തരണേ ഈശ്വര, അല്ലാതെ ഇതിന് വേറൊന്നും വഴിയില്ല. ജീവൻ ഒരാളുടെ മരിച്ചാലല്ലേ അതിന് മോക്ഷപ്രാപ്തിക്കുള്ള കർമ്മം ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ
സ്വയം മറ്റൊരാൾ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് മോക്ഷം കിട്ടുക? അപ്പോൾ അതിനായിട്ട് നിയോഗിക്കപ്പെട്ട ആളിനെ അപമൃത്യു എന്നൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അവരുടെ യാത്ര ഒന്ന് മുടക്കി തരണേ ഭഗവാനെ എന്നും പറഞ്ഞ് കരഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് ശാരദാമ്മ ആ ഒരു പൂജാമുറിയിൽ നിൽക്കുകയാണ്. അതേസമയം ശിവനും ശാലിനിയും കൂടി കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴിയിൽ റോഡ് ബ്ലോക്ക് കാണിക്കുകയാണ്. കുറേ കമ്പും തടിയൊക്കെ വെച്ചിരിക്കുന്നു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകണമെന്നുള്ള ബോർഡും വെച്ചിട്ടുണ്ട്. അന്നേരം ശിവനാണെങ്കിൽ കുറേ നോക്കിയിട്ട് അപ്പോൾ ഇതിനി ഇതിലേക്ക് പോകണോ അല്ലേ എന്നും പറഞ്ഞ് ശിവ വണ്ടി തിരിച്ച് പോകുന്നുണ്ട്. അന്നേരം കുറേ ദൂരം ചെല്ലുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മളിനി കുറച്ച് നേരം ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി വരും, അതുകൊണ്ട് എൻ്റെ ഒരു സംശയം അതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇത് എന്ന് വെച്ചാൽ ഒരു പുണ്യകർമ്മം ചെയ്യാനുള്ള പോക്കാണെന്ന് തോന്നുന്നു. ഈ കയ്യിലിരിക്കുന്നത് വിഷ്ണുവിൻ്റെ ചിതാഭസ്മം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം എൻ്റെ ഒരു സംശയം ചോദിച്ചാണ്, പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണ്ട, അല്ല വൈകി പോലീസ് എങ്ങാനും കൈ കാണിച്ചാൽ രണ്ടുപേരും രണ്ടുത്തരം പറയണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന് കളക്ടറാണ് കൂടെയുള്ളത്. അപ്പോൾ ഡ്രൈവറോട് ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ എന്നാലും എൻ്റെ ഒരു ഇതിനെന്ന് പറയുന്നുണ്ട്, സംശയം ശരി തന്നെയാണ്, ഇത് വിഷ്ണുവേട്ടൻ്റെ തന്നെയാണ്, അത് പാവനാശിനി ഒരുക്കി വിഷ്ണുവേട്ടൻ്റെ ആത്മാവിന് മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ താൽക്കാലിക വേക്കൻസി തുടരേണ്ടി വരുമല്ലേ? അന്നേരം മനസ്സിലായില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അല്ല, വിഷ്ണു വരുന്നത് വരെ കാര്യങ്ങൾ നോക്കാനാണ് സത്യമ്മ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ വിഷ്ണുവിൻ്റേതാണ് എന്ന് പറയുമ്പോൾ ശിവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്ന് ആ വഴിയിൽ വെച്ച് ശാലിനിയും ശിവനും കൂടി വന്നപ്പോൾ വിഷ്ണുവും കൂടി വന്നപ്പോൾ ശിവനെതിരെ ബുള്ളറ്റിൽ വന്നതും ആരും അടി ഉണ്ടാക്കിയതൊക്കെ ശിവനിങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം അതിനുശേഷം ശാലിനി പറയുന്നുണ്ട്, അല്ല ജോലി എപ്പോൾ മതിയാക്കണമോ നിർത്തിപ്പോയാലും മതിയല്ലോ, വരാതിരുന്നാലും മതിയല്ലോ, ഒരച്ഛൻ്റെയും അമ്മയുടെയും അത് മകൻ തിരിച്ചു വരുമെന്ന് കരുതി അവർ ജീവിച്ചോളും, അവരുടെ ആ ഒരു വിഷമം കാണണ്ടെന്ന് എഴുതിയിട്ടാണ് നിങ്ങളുടെ താൽക്കാലിക വിട്ടുവീഴ്ചയൊക്കെ കാണിച്ചത്, പക്ഷേ ഇനി എപ്പോഴും ഇളവുണ്ടാകണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം വേറെ ഏതെങ്കിലും ജോലി നോക്കാൻ നിർത്തി പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതുപോലെ തന്നെയല്ലേ മാഡം ജീവിതവും, പോയാൽ ഒരു പോക്കങ്ങ് പോകും, ജോലി നഷ്ടപ്പെട്ടാലും ഒരു പക്ഷേ ജോലി വേറെ കിട്ടും, പക്ഷേ ജീവിതം അങ്ങനെയല്ലല്ലോ, ഇവിടെ തമ്പുരാൻ എപ്പോഴും അവസാനിപ്പിക്കാൻ പറയുന്നു, അതുപോലെ ജീവൻ അങ്ങ് പോവുകയല്ലേ, പിന്നീട് ഒരു തിരിച്ചു വരവ് ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ, പക്ഷേ അത്രയും വിഷ്ണുവിൻ്റേതാണെന്ന് പറഞ്ഞ ശേഷം ഇനി എന്തെങ്കിലും സംശയമുണ്ടോ, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ദേഷ്യത്തിലാണ് പറയുന്നത്. എന്നാൽ ശിവനൊന്നും മിണ്ടാതെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ബൈക്കിൽ രണ്ടുപേരിങ്ങനെ ഇവരുടെ വണ്ടി പിന്തുടരുകയാണ്. അത് ശിവനിങ്ങനെ ആ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്, അവരിങ്ങനെ പിന്തുടരുന്നത്. ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ അവർ ചിലപ്പോൾ കാട്ടിലകപ്പെടുന്നതോ എന്തെങ്കിലും ഇവരിനെ ആക്രമിക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇതിപ്പോൾ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് കുറച്ച് നേരം കൂടി സഞ്ചരിച്ചാൽ മാത്രമേ ഇവർ ആ എസ്റ്റേറ്റിൽ എത്തുള്ളൂ. രാത്രി എത്തുമെന്നാണ് പറഞ്ഞത്, പക്ഷേ രാത്രി എത്തുന്ന ഹോളില്ല. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.